ഹായ് ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ 2 അപ്ഡേഷൻ വന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഷോർട്സ് വീഡിയോസ് ഇടുന്ന വ്യക്തികൾക്ക് ഇനി നിങ്ങളുടെ ഷോർട്സ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് 2 പുതിയ അപ്ഡേഷനുകളാണ് ഇനി വരാൻ പോകുന്നത്. വന്നിട്ടില്ല, ഏകദേശം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാസം ആദ്യത്തോട് കൂടിയിട്ട് അടുത്ത മാസം ആദ്യത്തോട് കൂടിയിട്ട് ആ അപ്ഡേഷൻ നിങ്ങൾക്ക് വന്നു തുടങ്ങും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഷോർട്സിന് തമ്പനയിൽ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് അങ്ങോട്ട് ഒഴിവായി. വീണ്ടും ആ ഒരു ഓപ്ഷൻ തിരിച്ചു വരികയാണ്. ഷോർട്സിന് ഇനി നമുക്ക് തമ്പനയിൽ ഇടാം എന്നുള്ളൊരു ഓപ്ഷൻ വരികയാണ്. പഴയ വീഡിയോസൊക്കെ ഇടുന്നവർക്ക് അതിനെപ്പറ്റി അറിയൂ, പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയൂ. അപ്പോൾ ഇനി ആ ഒരു ഓപ്ഷൻ വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ഷോർട്സിന് തമ്പനയിൽ ഇടുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് അവരിടുന്നത് തമ്പനയിൽ എന്നത് ചെറുതായിട്ട് ക്രിയേറ്റ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അത് ലാസ്റ്റ് തമ്പനയിലാക്കി വെക്കലാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗം. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് മെയിൻ വീഡിയോസിന് എങ്ങനെ തമ്പനയിൽ ഇടുന്നോ അതേപോലെ തമ്പനയിൽ ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വീണ്ടും വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ഭാഗം തപ്പിപ്പിടിക്കുകയും ചിലപ്പോൾ അത് കിട്ടാതെ വരികയും, അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇനി മുതൽ ഈ തമ്പനയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ റീച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒരു അപ്ഡേഷൻ ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് വോയിസ് ആയിട്ട് നമ്മുടെയൊക്കെ വേണമെങ്കിൽ ഒരുപാട് വോയിസ് ടൈപ്സ് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വോയിസ് എടുത്തിട്ട്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വോയിസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേഷൻ ഉള്ളത്. അതും വലിയ കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം, നന്നായിരിക്കും. പക്ഷേ ഈ ആദ്യത്തെ തമ്പനയിൽ ഇടാൻ പറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുക. ഇങ്ങനെ ഇപ്പോൾ ഇത്തരത്തിലുള്ള 2 അപ്ഡേഷനുകളാണ് ഇപ്പോൾ യൂട്യൂബിൽ പുതുതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ബോധേഡായിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഷോർട്സുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഷോർട്സുകളൊക്കെ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ചിലരൊക്കെ ഷോർട്സുകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടും, പക്ഷേ അത് ഇടുന്ന സമയം അവർ ഒന്ന് കറക്റ്റായിട്ട് ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ സമയത്ത് എണീറ്റ്, അല്ലെങ്കിൽ രാവിലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് റീച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ഉച്ചക്കാണ്, വൈകുന്നേരമാണ്, ആ സമയങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ആവാത്ത പക്ഷം നിങ്ങളുടെ ഷോർട്സൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ദിവസവും ഒരേ സമയത്ത് ഷോർട്സ് ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോർട്സുകൾ ഒരു 5 മിനിറ്റിനുള്ളിൽ 2-3 ഷോർട്സുകളൊന്നും ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. കൃത്യമായ ഗ്യാപ്പുകൾ ഇട്ടിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഒരുപാട് ഷോർട്സുകൾ ഇങ്ങനെ അടുപ്പിച്ച് ചെന്നാലും ഫ്രീസ് ആവാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രീസിനുള്ള ഒരു സാധ്യത കൂടുന്നത്. അതുപോലെ തന്നെയാണ് ഈ വീഡിയോസുകൾ, നിങ്ങൾ ഷോർട്സുകൾ ഇങ്ങനെ അതായത് ഒരു ഷോർട്സ് എടുത്തു, അത് നിർമ്മിച്ചു, അത് എഡിറ്റ് ചെയ്ത് അത് ഇടാനുള്ള ഒരു ഗ്യാപ്പ്, ഒരു സമയം യൂട്യൂബിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സമയമെങ്കിലും നമ്മൾ കൊടുക്കണം. ഓരോരോ ഇതിനും 1 hour ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്യാപ്പിൽ എടുത്തിട്ട് നിങ്ങൾ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ഷോർട്സ് ഇങ്ങനെ റെഗുലറായിട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നിങ്ങൾക്ക് എവിടെയാണ്, സമയത്താണ്, എപ്പോഴാണ് കറക്റ്റായിട്ട് റീച്ചൊക്കെ കിട്ടുന്നുള്ളത്. അപ്പോൾ ആ റീച്ച് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ആ റീച്ച് കിട്ടുന്ന കറക്റ്റ് സമയത്ത് നിങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ആ സമയത്ത് ഷോർട്സ് ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഷോർട്സിൽ ശ്രദ്ധിക്കുക. പൊതുവേ ഷോർട്സ് യൂസ് ചെയ്യുമ്പോൾ പലരും ഹാഷ്ടാഗും ടാഗ് ലൈനൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഹാഷ്ടാഗും ടാഗ് ലൈൻസും നല്ല ഇതും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ മറ്റൊരു ഓപ്ഷനും കൂടെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, എങ്കിലും ചിലരൊന്നും അത് യൂസ് ചെയ്യുന്നതായി കണ്ടിട്ടില്ല. നിങ്ങളുടെ മെയിൻ വീഡിയോസിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് ഏത് വീഡിയോസാണോ അവിടെ സെലക്റ്റഡ് ആയിട്ട് ഇടേണ്ടത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏത് ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മെയിൻ വീഡിയോസിലേക്കുള്ള ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു തമ്പനെയിലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാപ്ഷൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ടാവും, ഒരു പ്ലേ ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അത് ഞെക്കി കൊടുത്താൽ നേരെ മെയിൻ വീഡിയോസിലേക്ക് പോകും. അപ്പോൾ ഷോർട്സ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടാതെ ഏതെങ്കിലും ഒരു വീഡിയോസിലേക്ക് പോകുന്ന രൂപത്തിൽ അതും ഇട്ട് കൊടുക്കുക. നമ്മുടെ മെയിൻ വീഡിയോസിനും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ഓക്കെ,
അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ 2 അപ്ഡേഷനാണ്. ഒന്ന് നിങ്ങൾക്ക് തമ്പനയിൽ തിരിച്ചു വരുന്നു വീണ്ടും എന്നുള്ളതും, രണ്ടാമത്തത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വോയിസ് ആയിട്ട് ഇനി നമുക്ക് അത് നമ്മുടെ ഷോർട്സിൽ യൂസ് ആവും. അപ്പോൾ ഇത്രയും ഉപയോഗിക്കാം. ഈ ഒരു 2 അപ്ഡേഷനുകളാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ ഈ പുതിയ 2 അപ്ഡേഷനുകൾ മാറിയിക്കാൻ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ ഷോർട്സ് ഇടുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ടൈം ശ്രദ്ധിക്കുക, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഫ്രീസ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞു, തുടരെയുള്ള ഡിലീറ്റുകൾ ഒഴിവാക്കുക. നിങ്ങളൊരു ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് ആൾക്കാർ ഇന്നിങ്ങനെ ഷോർട്സ് ഇട്ട് നാളെ ഇങ്ങനെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കും, അയ്യോ എന്താണ് ഇപ്പോൾ ഇത്, എനിക്ക് വ്യൂസ് ഇല്ലല്ലോ. അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനായി, അവർ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇടും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഷോർട്സ് വൈറലാവുക എന്ന് പറയുമ്പോഴാണ് ഈ 0 അല്ലെങ്കിൽ ഒരു അക്കത്തിമേൽ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ടെക്കുന്നൊരു ചാട്ടമാണ്. അത് 100K 50K 10K എന്നിലേക്കായിരിക്കും ഡയറക്റ്റായിട്ട് ചാടുന്നത്. ഓക്കെ, അപ്പോൾ നേരെ മറിച്ച് ഒരു കറക്റ്റായിട്ട് 1 2 3 ഇങ്ങനെ നമുക്ക് കൗണ്ടിങ് ഇങ്ങനെ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ 1K 2K അവിടെ നിൽക്കും പോയിട്ടത്. അപ്പോൾ വൈറലാകുന്ന വീഡിയോകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വൈറലാവുന്ന ഷോർട്സുകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിലീറ്റ് മാക്സിമം ഒഴിവാക്കുക. ഡിലീറ്റിംഗ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡിലീറ്റിംഗ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഫ്രീസൊക്കെ ആവുന്നത്. ഫ്രീസിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് ഡിലീറ്റിംഗ് ആണ്. ഓക്കെ, റീയൂസഡ് പോലെ തന്നെ ഡിലീറ്റിംഗ് ആണ്, റീയൂസഡ് ആണ്. അപ്പോൾ ഫ്രീസിനെ കുറിച്ച് അടുത്തൊരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ വന്ന 2 അപ്ഡേഷൻ ഇനി അടുത്ത ഒരു 1 വീക്ക് മാക്സിമം 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോസുമായി ഞാൻ വരും. അതുവരേക്കും ബൈ.